ഐവി പാരഡൈസിലേക്ക് സ്വാഗതം. ഉഷ്ണമേഖലാ ഉപോഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വളരെ നല്ല രീതിയിൽ വളരുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഉഷ്ണമേഖലാ ഉപോഷ്ണമേഖലാ പ്രദേശങ്ങളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേലികളിലും ഉൾപ്പടർപ്പുകളിലും മരങ്ങളിലും ഒക്കെ വളർത്താൻ കഴിയുന്ന വളരെ മനോഹരമായ നീലപ്പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ബ്ലൂ ക്ലസ്റ്റർ വൈൻ. ഇതിൻ്റെ ജന്മദേശം മെക്സിക്കോ, മധ്യ അമേരിക്ക, കരീബിയ എന്നിവിടങ്ങളിലാണ്. എങ്കിലും ഈ പൂക്കളുടെ ഭംഗി കൊണ്ട് ഈ ചെടിയുടെ മനോഹാരിത കൊണ്ട് ഇന്ത്യയെ പോലുള്ള പല രാജ്യങ്ങളിലും ഇന്ന് വളർത്തിക്കണ്ടുവരുന്നു. ഇത് നമ്മൾ പോട്ടിലാണ് വളർത്തുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഈ ചെടിയുടെ ജന്മദേശം, ഇതിൻ്റെ പിന്നീടുള്ള അതിൻ്റെ ആവാസ വ്യവസ്ഥ, അതിൻ്റെ സവിശേഷതകൾ, പരിചരണം, വളപ്രയോഗം, പിന്നെ ഇതിനെ ബാധിക്കുന്ന കീടങ്ങളും രോഗങ്ങളും, ഇതിൻ്റെ പുനരുൽപാദനം എന്നിവയൊക്കെ പരമാവധി ചുരുക്കി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിശദമായ വീഡിയോയിലോട്ട് പോകാം. ബൈൻവീഡ് കുടുംബത്തിലെ കോൺവോൾവുലേസി ഇനത്തിൽപ്പെട്ട ഒരു വള്ളിച്ചെടിയാണ് ബ്ലൂ ക്ലസ്റ്റർ വൈൻ. ജാക്കുമാൻഡിയ അബോട്ടിലോയിഡുകൾ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഇതിന് സാധാരണയായി ഫീൽഡ് ലീഫ് ക്ലസ്റ്റർ വൈൻ, ഫീൽഡ് ലീഫ് മോർണിംഗ് ഗ്ലോറി, ഇന്ത്യൻ മാലോ ജാക്കുമാൻഡിയ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നു. പടർന്നു കയറുന്ന ഈ ചെടി സെപ്റ്റംബർ മുതൽ ജൂൺ വരെയാണ് പൂവിടുന്നത്. മെക്സിക്കോയിൽ മാത്രം കണ്ടുവന്നിരുന്ന ഈ ഇനം ബജ കാലിഫോർണിയ സൂർ, സോനോറ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതാണ്. ബജ കാലിഫോർണിയ സംസ്ഥാനത്തിന്റെ തെക്കുകിഴക്കൻ ഭാഗം മുതൽ ബജ കാലിഫോർണിയ സൂറിന്റെ കേപ്പ് മേഖല വരെ ഇത് വ്യാപിച്ചിരിക്കുന്നു. ബജ കാലിഫോർണിയ പെനിസുലയിലെ പസഫിക് തീരത്തെ മഗ്ദലീന, സാന്താ മാർഗരിറ്റ ദ്വീപുകളിലും ഇത് കാണപ്പെടുന്നു. കൂടാതെ സൊറോറയിലെ ടിബുറോൺ ദ്വീപ് ഉൾപ്പെടെ നിരവധി ഗൾഫ് ഓഫ് കാലിഫോർണിയ ദ്വീപുകളിലും ഇന്നിത് വ്യാപകമായി. ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ പ്രദേശങ്ങളിലെ തുറസായ പ്രദേശങ്ങളിൽ വ്യാപകമായി വളരുന്ന ഒരു ചെടിയാണിത്. സമീപത്തെ സസ്യജാലങ്ങളിൽ പടർന്നു കയറാൻ കഴിയുന്ന ഇരട്ട തണ്ടുകളുള്ള ഒരു വള്ളിച്ചെടിയാണിത്. ഇതിന്റെ ഇലകൾ അണ്ഡാകാരം മുതൽ ഹൃദയത്തിന്റെ ആകൃതിയിൽ വരെ കാണപ്പെടുന്നു. ഉപരിതലത്തിൽ രോമങ്ങൾ ഉള്ളതിനാൽ അതിന് ഒരു വെൽവെറ്റ് ഘടനയും ഉണ്ട്. ഇതിന്റെ പൂക്കൾ ചെറുതും കാഹളത്തിന്റെ ആകൃതിയുമുള്ള നീല മുതൽ വയലറ്റ് നിറത്തിൽ വരെയാണ് കാണപ്പെടുന്നത്. ചില ചെടികളിൽ വെളുത്ത പൂക്കളും കണ്ടുവരുന്നുണ്ട്. ഇവ സാധാരണയായി കുലകളായി കാണുകയും സീസണിലുടനീളം പൂക്കുകയും ചെയ്യുന്നു. ശരത്കാലത്തിന്റെ തുടക്കത്തിലും തണുപ്പുള്ള സ്ഥലങ്ങളിലെ ഇരുണ്ട മാസങ്ങളിലും വസന്തത്തിന്റെ അവസാനത്തിലുമൊക്കെ ഇത് പൂക്കുന്നു. പ്രാദേശിക കാലാവസ്ഥയെ ആശ്രയിച്ച് 3 മുതൽ 6 മാസം വരെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണിത്. ഈ പൂക്കളിൽ നിന്ന് ഈ ചെടി വിത്തുകൾ അടങ്ങിയ ചെറിയ ക്യാപ്സൂൾ പോലുള്ള പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ പൂക്കൾ തേനീച്ചകളെയും ചിത്രശലഭങ്ങളെയും പോലുള്ള വിവിധ പരാഗണങ്ങളെ ആകർഷിക്കുന്നു. അങ്ങനെ ഇത് ജൈവ സമ്പദ് വ്യവസ്ഥയ്ക്ക് നല്ല ഒരു ആവാസ ഘടന തന്നെ സൃഷ്ടിക്കുന്നു. നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ഇത് ഇഷ്ടപ്പെടുന്നത്. പല സസ്യങ്ങളെയും പോലെ ഇതിന്റെ വളർച്ചയ്ക്കും മണ്ണിന്റെ pH നില നിർണായകമാണ്. 6 മുതൽ 7.5 വരെയുള്ള വിശാല pH ഇത് വളരുമെങ്കിലും ന്യൂട്രൽ മണ്ണിൽ അല്പം അസിഡിറ്റിയുള്ള 6 മുതൽ 7 വരെയുള്ള pH ശ്രേണിയാണ് ഇതിന് ഏറ്റവും അനുയോജ്യം. എന്നാൽ 7.5 വരെയുള്ള അല്പം ക്ഷാരാവസ്ഥയും ഇതിന് സഹിക്കാൻ കഴിയും. ഭാഗിക തണലിലും പൂർണ്ണ സൂര്യപ്രകാശത്തിലും വളരാൻ കഴിയുന്ന ഒരു സസ്യമാണിത്. വളർച്ചയെത്തിയാൽ വരൾച്ചയെ പ്രതിരോധിക്കാൻ കഴിവുണ്ട്. എന്നിരുന്നാലും വരണ്ട കാലാവസ്ഥയിൽ നല്ല രീതിയിലുള്ള സസ്യവളർച്ചയ്ക്കും പൂക്കൾക്കും നനവ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേക പരിചരണം ഒന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണിത്. എങ്കിലും മറ്റെല്ലാ ചെടികളെയും പോലെ പാരിസ്ഥിതിക മാറ്റത്തിന് ഇതും വിധേയമായേക്കാം. 10ന്റെയോ 14ന്റെയോ തുല്യ അനുപാതത്തിലുള്ള NPK, അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം സമീകൃതവും സാവധാനത്തിലുമുള്ള വളം തിരഞ്ഞെടുക്കുക. ജൈവവളമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ കമ്പോസ്റ്റോ അഴുകിയ ജൈവവസ്തുക്കളോ മീൻ എമൽഷനോ നൽകാം. സജീവമായി വളരുന്ന സീസണിൽ വളപ്രയോഗം നടത്തുക. അത് സാധാരണയായി ശരത്കാലത്തിന്റെ തുടക്കം മുതൽ വസന്തകാലം വരെയാണ്. ശരത്കാലത്തിന്റെ അവസാനത്തിലും ശൈത്യകാലത്തും വളപ്രയോഗം ഒഴിവാക്കുക. വളരുന്ന സീസണിൽ 4 or 6 ആഴ്ചയിലൊരിക്കൽ വളം നൽകാം. ഗ്രാനുലാർ വളമാണ് നൽകുന്നതെങ്കിൽ ചെടിയുടെ തണ്ടും ഇലയുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കി ചെടിയുടെ ചുവട്ടിൽ വളം തുല്യമായി വിതറുക. വളപ്രയോഗത്തിന് ശേഷം ചെടിയുടെ ചുവട് നന്നായി നനയ്ക്കുക. അത് ചെടിയുടെ റൂട്ട് സോണിലേക്ക് പോഷകങ്ങൾ വേഗത്തിലെത്താൻ സഹായിക്കും. ദ്രാവക വളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പാക്കേജിലുള്ള നിർദ്ദേശം അനുസരിച്ച് നേർപ്പിച്ച് ചെടിയുടെ ചുവട്ടിൽ നേരിട്ട് നൽകുക. ഇരുമ്പ്, മാംഗനീസ്, സിങ്ക് തുടങ്ങിയ മൈക്രോ ന്യൂട്രിയന്റുകളും ഇതിന് ആവശ്യമാണ്. ഇവ പലപ്പോഴും സമീകൃത വളത്തിൽ ഉൾപ്പെടാറുണ്ട്. എന്നാൽ ആ കുറവുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ മൈക്രോ ന്യൂട്രിയന്റ് വളങ്ങളും നൽകേണ്ടതാണ്. ചെടിയിലെ ഇലയുടെ സിരകൾക്കിടയിൽ മഞ്ഞനിറം കാണിക്കുകയാണെങ്കിൽ അത് ഇരുമ്പിന്റെ കുറവാണ്. അതിന് അയൺ ചെലറ്റ് സപ്ലിമെന്റുകൾ പരിഗണിക്കുക. ചെടിയെ പതിവായി നിരീക്ഷിക്കുക. ഇലകളിൽ മഞ്ഞനിറം, വളർച്ചാ മുരടിപ്പ്, ഇല പൊള്ളൽ തുടങ്ങിയ പോഷകങ്ങളുടെ കുറവോ അമിതമായതിന്റെയോ ലക്ഷണങ്ങൾ കണ്ടാൽ വളപ്രയോഗം അതിനനുസരിച്ച് ക്രമീകരിക്കുക. മുഞ്ഞ, ചിലന്തിക്കാശ്, വെള്ളീച്ച, കാറ്റർപില്ലർ, വിഷമഞ്ഞ്, റൂട്ട് ചീയൽ, ലീഫ് സ്പോട്ട്
ഇവയൊക്കെയാണ് ഈ ചെടിയെ ബാധിക്കുന്ന രോഗങ്ങളും കീടങ്ങളും. ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കാം. വിത്തുകൾ മുളപ്പിച്ചും തണ്ടുകൾ വെട്ടി നട്ട് വേര് പിടിപ്പിച്ചുമാണ് പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഉൽപാദന പ്രക്രിയയുടെ വിശദവിവരങ്ങൾ അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ ഡിഫറൻറ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാനിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാനിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിവുള്ളതോ അറിവില്ലാത്തതോ ഒക്കെ ആയിരിക്കാം. പക്ഷേ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയൊരു പഠനം നടത്തി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണിത്. ഇതിൽ ഞങ്ങൾ പറയുന്ന വളപ്രയോഗം തികച്ചും സ്വാഭാവികമായൊരു വളപ്രയോഗമാണ്. അതിൽ നിങ്ങളുടെ സ്ഥലത്തെ മണ്ണും കാലാവസ്ഥയും അനുസരിച്ച് ചിലപ്പോൾ മാറ്റം വരുത്തേണ്ടതായിട്ടൊക്കെ വരാം. അതിന് ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അവിടെയുള്ള പാരമ്പര്യ കൃഷിക്കാരുടെ നിർദ്ദേശങ്ങൾ തേടാം, അല്ലെങ്കിൽ ഐവി പാരഡൈസിന് പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. അവരുമായിട്ട് വെബ്സൈറ്റിൽ കയറി വാട്സപ്പിൽ ചാറ്റ് ചെയ്യാം. അതിനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു പഠനവും സമ്പൂർണ്ണമല്ലാത്തത് കൊണ്ട് തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്ലാന്റിന് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സൈറ്റാണ് നമ്മുടേത്. ദിവസവും പുതിയ പുതിയ പ്രോഡക്റ്റുകളുടെ, അതായത് പുതിയ പുതിയ ചെടികളുടെ അപ്ഡേഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി, അത് എക്സോട്ടിക് ആവട്ടെ മെഡിസിനൽ പ്ലാന്റ് ആവട്ടെ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ ചെടികളും നമ്മൾ ഈ സൈറ്റിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അതിന് നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ അടുത്തൊരു ചെടിയുമായിട്ട് വരുന്നത് വരെ ബൈ.